Hello everyone, it's me Faiz from AIMS Nagpur. Welcome to our third session of chapter number 10, Thermal Properties of Matter. Okay, നമ്മൾ എവിടെയായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ സൊല്യൂഷൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് കൊണ്ടിരുന്നത്. സോ ലെറ്റ്സ് കണ്ടിന്യൂ. ഓക്കെ, സോ ലെറ്റ്സ് കണ്ടിന്യൂ ഫ്രം ക്വസ്റ്റ്യൻ നമ്പർ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 10.9 വരെ നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. സോ ടുഡേ വി വിൽ സ്റ്റാർട്ട് ഫ്രം, നമുക്ക് എവിടെ നിന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാം? 10.10 തൊട്ടിട്ട് എന്ത് ചെയ്യാം? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ലെറ്റ് മീ റീഡ് ദ ക്വസ്റ്റ്യൻ. Question says, a brass rod of length. We have a brass rod of length 50 centimeter. Correct. Length 50 centimeter given ആണ്. Diameter 3 millimeter given ആണ്. Is joined to a steel rod of the same length and diameter. Okay. ആൻഡ് അതേപോലെ അതേ ലെങ്ത് ഉള്ള അതേ ഡയമീറ്റർ ഉള്ള വേറൊരു സ്റ്റീൽ റോഡ് ഉണ്ട്. അതായിട്ട് എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. ഒരു ബ്രാസ് റോഡും ഒരു സ്റ്റീൽ റോഡും ജോയിൻ ചെയ്തു. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദ കമ്പൈൻഡ് റോഡ് അറ്റ് 250 degree Celsius if the original length are at 40 degree? ഓക്കെ, 40 degree Celsius ആണെങ്കിൽ ഒറിജിനൽ ലെങ്ത് മീൻസ് 50 centimeter ആണ്. ചോദ്യം എന്താണ്? നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി 250 degree Celsius കൊണ്ടുവന്നു. അപ്പോ ഈ റോഡ്സിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ ലെങ്ത്, ഒബ്വിയസ്ലി ടെമ്പറേച്ചർ കൂടുമ്പോൾ ഒരു ചേഞ്ച് ഉണ്ടാവും. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് ദർ എ തെർമൽ സ്ട്രെസ് ഡെവലപ്ഡ് അറ്റ് ദ ജംഗ്ഷൻ? ആ ജംഗ്ഷനിൽ തെർമൽ സ്ട്രെസ് ഉണ്ടാവോ എന്നാണ് അടുത്ത രണ്ടാമത്തെ ചോദ്യം. ആൻഡ് ഒരു കാര്യം പറയുന്നുണ്ട്, ദ എൻഡ് ഓഫ് ദ റോഡ് ആർ ഫ്രീ ടു എക്സ്പാൻഡ് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് ബ്രാസ് ആൻഡ് സ്റ്റീൽ ബോത്ത് ആർ ഗിവൺ. ഓക്കെ, സോ ലെറ്റ്സ് സോൾവ് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ സേസ് എന്താണ്? യെസ്, നമുക്കൊരു ബ്രാസ് റോഡ് ഉണ്ട്, അതേപോലെ തന്നെ എന്ത് റോഡും ഉണ്ട്, ഒരു സ്റ്റീൽ റോഡും ഉണ്ട്. രണ്ടും കണക്റ്റഡ് ആണ്, രണ്ടും ഒരേ ലെങ്ത് ആണ്, രണ്ടിനും ഒരേ ഡയമീറ്റർ ആണ്, അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. ബ്രാസ് റോഡ് ലെങ്ത് 50 centimeter, ഡയമീറ്റർ 3 millimeter. കറക്റ്റ്. സോ സപ്പോസ് ദിസ് ഈസ് ബ്രാസ് ആൻഡ് ദിസ് ഈസ് സ്റ്റീൽ. കറക്റ്റ്. ബ്രാസ് ആൻഡ് സ്റ്റീൽ, ലെങ്ത് 50 centimeter ആൻഡ് 3 millimeter. ഓക്കെ, ഇതിന്റെ ലെങ്ത് ഓഫ് 50 centimeter. സോ ഒബ്വിയസ്ലി ഇതിന്റെ ലെങ്ത്തും 50 centimeter ആയിരിക്കും. ഇതിന്റെ ഡയമീറ്റർ 3 millimeter. ഇതിന്റെ ഡയമീറ്ററും എത്ര തന്നെ? 3 millimeter. സോ ലെങ്ത് ഈസ് 50 centimeter ആൻഡ് ഡയമീറ്റർ ഈസ് 3 millimeter. ഈസി. സോ വാട്ട് ഈസ് ഓക്കെ, ഇപ്പൊ ഏത് ടെമ്പറേച്ചറിലാണ് ഉള്ളത്? അറ്റ് കറന്റ് പ്രസന്റ്ലി നമ്മൾ 40 degree Celsius ആണ് ഉള്ളത്. നമ്മൾ ഇവിടുന്ന് എവിടത്തോട്ടേക്കാണ് പോകുന്നത്? ടെമ്പറേച്ചർ കൂട്ടി 250 degree Celsius കൊണ്ടുവരുന്നു. ഓക്കെ, 250 degree Celsius കൊണ്ടുവരുന്നു. ഒരു ക്വസ്റ്റ്യൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ദ എൻഡ്സ് ഓഫ് ദ റോഡ് ആർ ഫ്രീ ടു എക്സ്പാൻഡ്. ദാറ്റ് മീൻസ് എൻഡ്സ് ഓഫ് ദ റോഡ് ആർ ഫ്രീ ടു എക്സ്പാൻഡ്. ദാറ്റ് ഓക്കെ, ദ ഫ്രീ ടു എക്സ്പാൻഡ് മീൻസ് അത് രണ്ട് സൈഡിലും അതെന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യാം. സോ ദർ വോണ്ട് ബി എനി തെർമൽ സ്ട്രെസ്. തെർമൽ സ്ട്രെസ് ഉണ്ടാവോ? ഇല്ല. Because ends are free to expand. Thermal stress will be no thermal stress because ends are free. End fixed ആണെങ്കിൽ ഒരു തെർമൽ സ്ട്രെസ് ഉണ്ടായാൽ ഇവിടെ ends എന്താണ്? ഫ്രീ ആണ്. സോ നമുക്ക് ആദ്യം എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് കാണാം. സോ ചേഞ്ച് ഇൻ ലെങ്ത് എങ്ങനെയാണ് കാണുന്നത്? സോ നമുക്കറിയാം ചേഞ്ച് ഇൻ ലെങ്ത്തിനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എൽ ആൽഫ ഡെൽറ്റ ടി. ഇവിടെ നമുക്ക് ആൽഫ ബ്രാസിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ കാണാം, അതേപോലെ സ്റ്റീലിന്റെ രണ്ടിന്റെയും കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ കാണാം. ബ്രാസിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ വരുന്നത് ബ്രാസിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ വരുന്നത് എത്രയാണെന്ന് അറിയാവോ? 2 × 10⁻⁵. 2 × 10⁻⁵ Kelvin inverse. ആൻഡ് സ്റ്റീലിന്റെ 1.2 × 10⁻⁵. കറക്റ്റ് അല്ലേ? 1.2 × 10⁻⁵ Kelvin inverse. സോ രണ്ടും ഗിവൺ ആണ്. കറക്റ്റ്. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. സോ ഇവിടെ ടോട്ടൽ ഇൻക്രീസ് ഇൻ ലെങ്ത്, ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത് എന്തായിരിക്കും? ചേഞ്ച് ഇൻ ലെങ്ത് ഇൻ ബ്രാസ് പ്ലസ് ചേഞ്ച് ഇൻ ലെങ്ത് ഇൻ സ്റ്റീൽ. കാരണം രണ്ടിലും ലെങ്ത് കൂടത്തില്ലേ? ഒബ്വിയസ്ലി രണ്ടിലും ലെങ്ത് കൂടും. സോ ഡെൽറ്റ എൽ വിൽ ബി, ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത് വിൽ ബി ഡെൽറ്റ എൽ ഓഫ് ബ്രാസ് എന്തായിരിക്കും? എൽ രണ്ടിന്റെയും ലെങ്ത് സെയിം ആണ്. സോ ഞാൻ എല്ലാക്കി എടുക്കാണ്. എൽ ആൽഫ ബി ഡെൽറ്റ ടി രണ്ടിന്റെയും സെയിം ആണ്. പ്ലസ്
L alpha S സ്റ്റീലിന്റെ ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി. സോ ഡെൽറ്റ എൽ വിൽ ബി എനിക്ക് ഇവിടെ എന്ത് കോമൺ ആക്കി എടുക്കാം? എൽ ഡെൽറ്റ ടി കോമൺ ആക്കി എടുക്കാം. ആൽഫ ബി പ്ലസ് ആൽഫ എസ്. കറക്റ്റ് അല്ലേ? യെസ്. ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എൽ എത്രയാണ്? 50 സെന്റിമീറ്റർ. സോ 50 ഇൻറ്റു ഞാൻ സെന്റിമീറ്റർ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. സെന്റിമീറ്റർ മാറ്റുന്നില്ല. 50 ഇൻറ്റു ഡെൽറ്റ ടി എത്രയാടാ? 40 250 പോയത്. സോ ഡെൽറ്റ ടി വിൽ ബി 250 minus 40, that is 210. So delta t is 210. Alpha b plus alpha s. Alpha b എത്രയാണ്? 2 into 10 raised to minus 5 plus 1.2 into 10 raised to minus 5. So delta L will be 5 into 210 എത്രയാണ് വരുന്നത്? 5 into 21 100 105 വരും അല്ലേ? കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? 105 വരും. 2 0 കാണും. 10 raised to minus 5 നമുക്ക് കോമൺ ആക്കി എടുക്കാം. ഇൻറ്റു 2 plus 1.2, ദാറ്റ് ഈസ് എത്ര വരുന്നത്? 2 plus 1.2 3.2. കറക്റ്റ് അല്ലേ? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് എഴുതാം? സോ 1.05 ഇൻറ്റു 10 raised to minus 1 ഇൻറ്റു 3.2. കറക്റ്റ്. സോ 3.2 ഇൻറ്റു 1.05 അപ്രോക്സ് നമുക്ക് വരുന്നത് 3.36 ആണ്. സോ ഡെൽറ്റ എൽ വിൽ ബി 3.36 ഇൻറ്റു 10 raised to minus 1 സെന്റിമീറ്റർ. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയും കൂടി എഴുതാം? ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു 0.336 സെന്റിമീറ്റർ. 0.336 സെന്റിമീറ്റർ. ഈസി അല്ലേ? സോ നമ്മൾ രണ്ട് പാർട്ടിന്റെയും ആൻസർ കണ്ടുപിടിച്ചു. ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത് നമ്മൾ പറഞ്ഞു. പിന്നെയോ the thermal stress 0 ആണെന്നും പറഞ്ഞു. So yeah, 10.10 is over. Let's move to 10.11. Question number 11, that says the coefficient of volume expansion of glycerin. We have been given coefficient of volume expansion. That is actually gamma. Gamma of glycerin is given 49 into 10 raised to minus 5 Kelvin inverse. The question is, what is the fractional change in its density? We have to find out a fractional change in its density for a 30 degree Celsius rise in temperature. നമ്മൾ ടെമ്പറേച്ചർ 30 ഡിഗ്രി ചേഞ്ച് ചെയ്തപ്പോൾ 30 ഡിഗ്രി കൂട്ടിയപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡെൻസിറ്റി ആണ് ഗിവൺ. ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ആണ് നമുക്ക് ഗിവൺ ആയിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ സോൾവ് ചെയ്യാം. കറക്റ്റ്. യെസ്. സോ എന്തൊക്കെ ഗിവൺ കണ്ടിട്ട് എഴുതാം. കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഓഫ് ഗ്ലിസറിൻ, ദാറ്റ് ഈസ് ഗാമ is how much? 49 into 10 raised to minus 5 Kelvin inverse. 49 into 10 raised to minus 5 Kelvin inverse. Gamma is given. Okay, gamma is given 49 into 10 raised to minus 5. Gamma is given. Okay, പിന്നെയോ ടെമ്പറേച്ചർ ഡെൽറ്റ ടി എത്രയാണ്? ഡെൽറ്റ ടി 30 ഡിഗ്രി. കറക്റ്റ്, കാരണം 30 ഡിഗ്രിയാണ് റൈസ് ചെയ്തത്. ഡെൽറ്റ ടി വിൽ ബി 30. ഓക്കെ, നമുക്ക് എന്താ അറിയാം? അപ്പൊ നമ്മളുടെ വോളിയം ഡെൻസിറ്റിയും നമുക്ക് എന്താണ് കാണേണ്ടത്? സപ്പോസ് ഐ എം ടേക്കിംഗ് ഡെൻസിറ്റി ബി ആസ് ഡെൻസിറ്റി. ഐ എം ടേക്കിംഗ് ഡെൻസിറ്റി ഞാൻ റോ എടുക്കണം. റോ ഐ എം ടേക്കിംഗ് ഡെൻസിറ്റി ആസ് റോ. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കാണേണ്ടത് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡെൻസിറ്റി ആണ് അല്ലെ? കറക്റ്റ്. ദാറ്റ് ഈസ് ആക്ച്വലി ഡി റോ ബൈ റോ. കറക്റ്റ്. സ്മോൾ ചേഞ്ച്, ദാറ്റ് ഈസ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡെൻസിറ്റി. ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡെൻസിറ്റി ഇതാണല്ലോ, ഇതാണ് നമുക്ക് കാണേണ്ടത്, ഡി റോ ബൈ റോ. സോ നമുക്ക് എന്തറിയാം? ഡെൻസിറ്റി is equal to mass by volume. Correct. You can write mass is equal to density into volume. If you differentiate this, dm is equal to, I can write rho into dv by v plus v into d rho by rho. Correct. See, മാസിൽ വല്ല ചേഞ്ചും വരുമോ? ഇല്ല, മാസിൽ ചേഞ്ച് വരത്തില്ല. So this quantity will be 0. So you can write 0 equal to rho dv by v plus v d rho by rho. കറക്റ്റ്. ഇങ്ങനെ എഴുതിക്കൂടെ? ഇതിനൊക്കെ എങ്ങനെ മാറ്റി എഴുതാം? സോ 0 ആയതുകൊണ്ട് തന്നെ rho dv by v is equal to v d rho by rho. കറക്റ്റ് അല്ലേ? യെസ്. ഇങ്ങനെ എഴുതിക്കൂടെ? യെസ്. ഇതിനെന്ത് മനസ്സിലായി നമുക്ക്? യെസ്.
rho into yes. So I can write yes. So നമ്മൾ എന്താണ് കാണേണ്ടത്? ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡെൻസിറ്റി. ഓക്കെ, കാണേണ്ടത് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡെൻസിറ്റി ആണ്. യെസ്, സോ ദീസ് ടേംസ് വോണ്ട് ബി ഹിയർ. സോ ഐ ക്യാൻ റൈറ്റ് യെസ്. സോ ആക്ച്വലി എന്താണെന്ന് കിട്ടി? ഡി റോ ബൈ റോ ഇസ് ആക്ച്വലി മൈനസ് ഓഫ് ഡി വി ബൈ വി. എന്താണ് ഡി വി ബൈ വി? നമുക്കറിയാം ഡെൽറ്റ വി എന്താണ് ആക്ച്വലി? വി സീറോ ഗാമ ഡെൽറ്റ ടി. കറക്റ്റാ? ഡെൽറ്റ വി ബൈ വി നോട്ട് എന്താണ്? ഗാമ ഡെൽറ്റ ടി. ഇതിനെനിക്ക് ഇങ്ങനെ എഴുതി കൂടെ, അപ്രോക്സിമേറ്റ്ലി ഡി വി ബൈ വി ഈക്വൽ ടു ഗാമ ഡെൽറ്റ ടി. സോ ഐ ക്യാൻ റൈറ്റ് ഡി റോ ബൈ റോ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഗാമ ഡെൽറ്റ ടി. സോ ആൻസർ എന്തായിരിക്കും? മൈനസ് ഓഫ് ഗാമ ഡെൽറ്റ ടി. സോ ഡി റോ ബൈ റോ ഇസ് ഈക്വൽ ടു മൈനസ് ഗാമ എത്രയാണ്? കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ 49 into 10 raised to minus 5. 49 into 10 raised to minus 5 into delta t is 30. Correct. So 49 into 3, 2, 7. Correct. 27. So 7, 2 remaining, 4. So I can write 147 into 10 raised to minus 5, or else I can write 1.47 into 10 raised to minus 2. കറക്റ്റ് അല്ലേ? യെസ്, ഇതായിരിക്കും ഫ്രാക്ഷണൽ ചേഞ്ച്. ഓക്കെ, ഒരു നെഗറ്റീവ് സൈൻ കാണും, കാരണം വോളിയം കൂടുമ്പോൾ ഡെൻസിറ്റി കുറയും. ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വോളിയം കൂടുന്നു, ഡെൻസിറ്റി കുറയുന്നു. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, വോളിയം ഇൻക്രീസസ്, ഡെൻസിറ്റി ഡിക്രീസസ്. ഈസി. യെസ്. സോ ഓക്കെ, ആക്ച്വലി നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്നു. സോ നെക്സ്റ്റ് ലെറ്റ്സ് മൂവ് ടു ക്വസ്റ്റ്യൻ നമ്പർ 10.12. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 12 മൂവ് ചെയ്യാം. Question says, we have a 10 kilowatt drilling machine is used to drill a bore in a small aluminum block of mass 8 kg. Okay, അത് നമ്മളൊരു അലൂമിനിയം ബ്ലോക്ക് ഉണ്ട്, അതിന്റെ മാസ് 8 കിലോഗ്രാം ആണ്. അതൊരു ഹോൾ ഉണ്ടാക്കാൻ നമ്മൾ 10 കിലോ വാട്ട് ഡ്രില്ലിംഗ് മെഷീൻ കയ്യിലുണ്ട്. ഹൗ മച്ച് ഈസ് ദ റൈസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദ ബ്ലോക്ക് ഇൻ 2.5 minutes, assuming 50% of power is used up in heating the machine itself or lost to the surrounding. 50% പവർ എന്ത് ചെയ്യുന്നുള്ളൂ? യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ എഫിഷ്യൻസി എത്രയാണ്? ആക്ച്വലി 50%, that is 0.5. and is given specific heat of aluminum is also given. Okay, specific heat of aluminum, that is also given. Okay, so നമുക്ക് എന്ത് given ആണ്? ആക്ച്വലി പവർ given ആണ്. ഞാൻ ഇതൊക്കെ ഒന്ന് റൈസ് ചെയ്യട്ടെ. പവർ ആക്ച്വലി പവർ എന്താണ്? എനർജി ഡിവൈഡഡ് ബൈ ടൈം അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടും? എനർജി കിട്ടും. അതായത് എത്ര ജൂള് ഇവിടെ കിട്ടും നമുക്ക് മനസ്സിലാവും. കാരണം പവറിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? നമ്മള് ടൈം കൊണ്ട് ഗുണിച്ചാൽ മതി. കറക്റ്റ്. ടൈം ഗിവൻ ആണ് 2.5 minutes. ബട്ട് പവർ 50% എഫിഷ്യന്റ് എന്നാ പറയുന്നത്. സോ ഫുൾ പവർ കിട്ടുമോ? ഫുൾ എനർജി കിട്ടുമോ? ഇല്ല, അതിന്റെ ഹാഫ് എനർജി മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ. സോ നമ്മൾ എന്ത് ചെയ്യണം? എനർജി കാണണമെങ്കിൽ പവർ ഇൻറ്റു ടൈം ഇൻറ്റു എഫിഷ്യൻസി. കറക്റ്റ്. പവർ ഇൻറ്റു ടൈം ഇൻറ്റു എഫിഷ്യൻസി. കറക്റ്റ്. അങ്ങനെ ചെയ്യേണ്ടി വരും അല്ലേ? നമുക്കറിയാം ഇവിടെ എനർജി കാണണമെങ്കിൽ നമ്മൾ എങ്ങനെ ഇക്വേഷൻ ഒരു Q is equal to പവർ പി ഇൻറ്റു ടി ടൈം ഇൻറ്റു എഫിഷ്യൻസി. കറക്റ്റ് അല്ലേ? ഈസി അല്ലേ? യെസ്. സോ പവർ പി എത്രയാണ് ഗിവൺ ഇവിടെ? പവർ പി ഈസ് ഗിവൺ പവർ പി where is P? സി ഇത് ആ ഒരു പോർഷൻ ഇതിൽ എക്സ്പ്ലെയിൻ അല്ല. നമുക്ക് സി പവർ പി എത്രയാണ് ഗിവൺ? 10 kilowatt. ഓക്കെ, പവർ പി is given 10 kilowatt. ഓക്കെ, ഇത് ഓക്കെ വേറൊരു പേജ്, അത്ര ക്ലാരിറ്റി വരുന്നില്ല. സോ പവർ പി ഗിവൺ ആണ്. സോ നമുക്ക് എനർജി ക്യൂ കാണാൻ എന്ത് ചെയ്താൽ മതി? പവർ ഇൻറ്റു ടൈം ഇൻറ്റു എഫിഷ്യൻസി. ഏതായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ? ക്വസ്റ്റ്യൻ ഇതായിരുന്നില്ല? യെസ്, 10. ഓക്കെ, പവർ 10 കിലോവാട്ട് ആണ്, മാസ് 8 kg, ഇതാണ് ടൈം, ഇതാണ് എഫിഷ്യൻസി 50%, ആൻഡ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് അലുമിനിയം ഈസ് ഓൾസോ ഗിവൺ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ.
Q will be how much? Power P into time T into efficiency. Power P at 10 kilowatt. That means 10 kilowatt. 10 kilowatt. Kilowatt 10 kilojoule per second is 10 kilo. 10 kilowatt into time, it's 2.5 minutes. So 2.5 into 60. Efficiency is actually 50%, and that means 1/2. Okay. So എത്രയാണ് നമുക്ക് കിട്ടുന്ന എനർജി? നമുക്ക് കിട്ടുന്ന എനർജി സോൾവ് ചെയ്താൽ ഇത് കിട്ടുന്നത് എത്രയെന്നറിയാവോ? 7.5 into 10 raised to 5. Correct. 7.5 into 10 raised to 5. എങ്ങനെ? നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 60 into half 30. 30 into 2.5. 30 into 2.5. That is 3 into 25. That is 75. Correct. 30, 75. 75 into 10. That is 750. Correct. So 750 kilojoule. 750 kilojoule. Okay, 750 kilojoule. Yes. Okay, so energy കിട്ടി. നമുക്ക് എന്താണ് കാണേണ്ടത്? How much is the rise in temperature? Okay, so Q is equal to, we know that ms delta T. So I can equate this to 750 kilojoule. M എത്രയാണ് ഇവിടെ? 8 kg. Specific heat of 0.91 joule per gram Kelvin ആണ്. Per gram ആണ്. സോ അടിയിൽ കിലോഗ്രാം ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഗുണിക്കണ്ടേ? സോ മുകളിലേക്ക് വരുമ്പോൾ into delta T is actually 750 kilojoule. സോ അത് ഞാൻ ഇതിനെ ഗ്രാമിന് എന്ത് ചെയ്യാൻ മാറ്റട്ടെ. സോ 8 into 9. Okay, 9, 10. സോ SI യൂണിറ്റിലേക്ക് മാറി. ഡെൽറ്റ T equal to 7.5 into 10 raised to 5. Correct. So delta T will be 7.5 into 10 raised to 5 divided by 8 into 910. ഇതാണ് കിട്ടുക. കറക്റ്റ് അല്ലേ? യെസ്. ആൻഡ് ഇത് വരുന്നത് ആൻസർ കിട്ടുന്നത് എത്രയാണെന്നറിയാവോ? 103 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത്രയും ടെമ്പറേച്ചറിൽ റൈസ് ആണ്. സോൾവ് ചെയ്താൽ കിട്ടും. കറക്റ്റ്. ഇനി അപ്രോക്സ് വെച്ചിട്ട് സോൾവ് ചെയ്യണമെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാം? അപ്രോക്സിമേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യണമെങ്കിൽ ടൈമിൽ എങ്ങനെയാണ് ചെയ്ത് കാണിച്ചു തരാം. നോക്കിക്കോളെ. ഇവിടെ നമുക്ക് ഇതല്ലേ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് അപ്രോക്സ് ചെയ്തുകൊണ്ടും കട്ട് ചെയ്യാം. അപ്രോക്സ് ബൈ അപ്രോക്സ്. സോ ലൈക്ക് ഇത് 10 raised to 4/90 എടുക്കുക. സോ ലൈക്ക് 10 raised to 3/9 അപ്രോക്സ്. Actually 1000/9 approx. 1000/9 approx means 100, like something above the 100. That is 103. Correct. Like if MCQ purpose, we can solve like this. Okay, so then question number 10.12 is also done. Let's move to question number 10.13. The question says we have a copper block of mass 2.5 kg is heated in a furnace to a temperature of 500 degrees Celsius and then placed on a large ice block. What is the maximum amount of ice that can melt? Okay, specific heat of copper is given and the heat of fusion of water is also given. Simple ആണ്. നമ്മളെ കയ്യിൽ എന്തുണ്ട്? ഒരു 2.5 kg മാസ് ഉള്ള ഒരു കോപ്പർ ബ്ലോക്ക് ഉണ്ട്. അതിന് ടെമ്പറേച്ചർ, കറന്റ് ടെമ്പറേച്ചർ എത്രയാണ് അതിന്റെ? 500 ഡിഗ്രി സെൽഷ്യസ്. അതൊരു ഐസ് ബ്ലോക്കിന് മുകളിൽ വെച്ചു. സോ ഒബ്വിയസ്ലി ആ 500 ടെമ്പറേച്ചർ എവിടത്തേക്ക് മാറും? കോപ്പറിന്റെ 0ലേക്ക്. കാരണം ഐസ് ആ ടെമ്പറേച്ചറിലുള്ളത്. ഇനി പിന്നെ ഐസ് 0 ഐസ് എന്ത് ചെയ്യും? ഐസ് മെൽറ്റ് ചെയ്യും. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് വാട്ടർ വിച്ച് ഐസ് മെൽറ്റ് ചെയ്യും. ആ ഒരു എത്ര എമൗണ്ട് ഐസ് മെൽറ്റ് ചെയ്യുന്നു അതാണ് ചോദ്യം. സോ അത് നമുക്ക് ക്വസ്റ്റനിൽ ഗിവൺ എന്തൊക്കെയാന്ന് നോക്കി എഴുതാം. അതിൽ എന്തുണ്ട്? ഒരു കോപ്പർ ബ്ലോക്ക് ഉണ്ട്. ഇതാണ് നമ്മുടെ കോപ്പർ ബ്ലോക്ക്. മാസ് 2.5 കിലോഗ്രാം ആണ്. 500 ഡിഗ്രി സെൽഷ്യസിലാണ് ഉള്ളത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഈസി ആണല്ലോ. യെസ്. ഓക്കെ, യെസ്. സോ നമ്മൾ ഇതെന്ത് വെച്ചു? ഇവിടെ നമ്മുടെ കയ്യിലുണ്ട് ഒരു ഐസ് ബ്ലോക്ക് ഉണ്ട്. സി, ദിസ് ഈസ് ദ ഐസ് ബ്ലോക്ക് വി ഹാവ്. കറക്റ്റ്. ദിസ് ഈസ് ദ ഐസ് ബ്ലോക്ക് വി ഹാവ്. സോ ഇതിലേക്ക് ഇത് വെച്ചു. സോ ഒബ്വിയസ്ലി കോപ്പർ എവിടുത്തിട്ട് വരും? 500 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് വരും. സോ അവിടെ കോപ്പർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കോപ്പർ ബ്ലോക്ക്
ഹീറ്റ് എന്ത് ചെയ്യും? ക്യൂ ലോസ്റ്റ് അല്ലെ, ഹീറ്റ് ലോസ്റ്റ് ചെയ്യും. ആ ലോസ്റ്റ് ചെയ്ത ഹീറ്റ് ആരെടുക്കും? എവൻ എടുക്കും, ഐസ് ബ്ലോക്ക് എടുക്കും. അതായത് ക്യൂ ഗെയിൻ അല്ലെ. അത് വെച്ചിട്ട് ഇതെന്തായി മാറും? വാട്ടറായി മാറും. അതായത് മെൽറ്റ് ചെയ്യും. എത്ര എമൗണ്ട് മെൽറ്റ് ചെയ്തു? ആ എം ആണ് നമുക്ക് കാണേണ്ടത്. കറക്റ്റ് അല്ലേ? യെസ്. സോ ഐ ക്യാൻ റൈറ്റ് എനർജി ലോസ്റ്റ്, ഹീറ്റ് ലോസ്റ്റ് ഇസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ. ഹീറ്റ് ലോസ്റ്റ് എത്രയാണ് ഈ പ്രോസസ്സിൽ? ടെമ്പറേച്ചർ ഡിഫറൻസ് എത്രയാണ്? എം 2.5C. നമുക്ക് ആദ്യം നമുക്ക് ഇക്വേഷൻ എഴുതാം. നമുക്ക് എഴുതാം എം ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഓഫ് കോപ്പർ ഇൻറ്റു ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ഇവിടുത്തെ ഗെയിൻ ഐസ് എത്ര മെൽറ്റ് ചെയ്തു, ഐസ് എത്ര മെൽറ്റ് ചെയ്തു ഇൻറ്റു ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. കോപ്പറിന്റെ മാസ് 2.5, സ്പെസിഫിക് ഹീറ്റ് ഓഫ് കോപ്പർ സി given 0.39 joule per gram per Kelvin per gram. So kilogram में काकंडे 1000 गुणिका, so 390. Change in temperature 500 0, 500 minus 0, that is 500. M ice ഇതാണ് നമുക്ക് കാണേണ്ടത് into latent heat of fusion of water 335 joule per gram. Again joule per gram. So then എന്ത് ചെയ്യണം? സോ നമുക്ക് സെയിം യൂണിറ്റ് തന്നെ കൊടുക്കാം, പെർ ഗ്രാം. സോ കട്ട് ചെയ്ത് പോകും. സോ ഇവിടെ ഞാൻ എന്ത് കൊടുക്കാണ്? 0.39 കൊടുക്കാണ്. ഇവിടെ ഞാൻ കൊടുത്തു 0.39. സോ ഇപ്പുറത്തും സെയിം യൂണിറ്റ് കൊടുത്താൽ മതി. 335 എത്രയാണ് വരുന്നത്? 335. കറക്റ്റ്. ഇത് സോൾവ് ചെയ്താൽ അറൗണ്ട് എത്ര കിട്ടുന്ന സോൾവ് ചെയ്താൽ അറിയാവോ? 1.5 കിലോഗ്രാം ആണ് ആൻസർ വരുന്നത്. 1.5 കിലോഗ്രാം. ഓക്കെ, സ്റ്റിൽ ഇതൊരു MCQ പർപ്പസ് ആണ്. നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്ന ജസ്റ്റ് കാണിച്ചു തരാം, നോക്കിക്കോ. ഇല്ല, ഇതല്ല നമ്മൾ ഇക്വേഷൻ. സോ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതാണ് ആൻസർ, ഇതാണ് കേട്ടോ. 1.5 കിലോഗ്രാം ഐസ് മെൽറ്റ് ആകും. ഞാൻ ഇവിടെ 2.5 കറക്റ്റ്. ഞാൻ അതിനെ എന്തെഴുതും? 5/2 എന്തെഴുതും? 5/2. 0.3 ഞാൻ 0.4 ആക്കി എഴുതും. എന്നിട്ട് ഇവിടെ 0.4 ഞാൻ 4 എഴുതും. എന്നിട്ട് 500 ഞാൻ 15 എഴുതും. കറക്റ്റ്. ഈക്വൽ ടു M ഇൻറ്റു 335. ഇവിടെ എനിക്ക് 2 കട്ട് ചെയ്യാം. ഇത് എന്തായി? 100 ആയി. കറക്റ്റ്. സോ 500 ഈക്വൽ ടു M ഇൻറ്റു 335 ആയി. നമുക്ക് 5 പോകത്തില്ല. ഇതില് 105, ഇതിലോ 6, 5, 30, 35, 7, 5, 67. സോ M വിൽ ബി 100 ഡിവൈഡഡ് ബൈ 67. 100 ഡിവൈഡ് 67 അപ്രോക്സ് 3/2 അല്ലേ? ദാറ്റ് ഈസ് ആക്ച്വലി 1.5. കറക്റ്റ്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഈസി. യെസ്. ലെറ്റ്സ് മൂവ് ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The question says, in an experiment on the specific heat of a metal, that is at a 0.2 kg block of the metal at 150 degrees Celsius, is dropped in a copper calorimeter. നമ്മുടെ കയ്യിൽ ഒരു മെറ്റൽ ഉണ്ട്. മെറ്റലിന്റെ നമ്മുടെ കയ്യിൽ ഒരു ബ്ലോക്ക് ഓഫ് ദ മെറ്റൽ ഉണ്ട്. മെറ്റലിന്റെ മാസ് 0.2 kg ആണ്. അത് 150 ഡിഗ്രി സെൽഷ്യസ് ആണ് ആ ഒരു മെറ്റൽ ബ്ലോക്കിന്റെ കറന്റ് ടെമ്പറേച്ചർ. അതൊരു കോപ്പറിന്റെ കാലറിമീറ്ററിലേക്ക് ഇട്ടു. ആ കോപ്പർ കാലറിമീറ്ററിന്റെ എന്തുണ്ട്? വാട്ടർ ഇക്വാലന്റ് ആണ്. അതിന്റെ മീനിങ് എന്താണ്? ആ കോപ്പർ കാലോറിമീറ്ററിന്റെ വെയിറ്റ് ആണ്, ദാറ്റ് ഈസ് 25 ഗ്രാം, കണ്ടെയ്നിങ് 150 സെന്റിമീറ്റർ ക്യൂബ്. CC മീൻസ് 150 ഗ്രാം വാട്ടർ ഉണ്ട് 27 ഡിഗ്രി സെൽഷ്യസിൽ. ഓക്കെ, അതായത് നമ്മുടെ കയ്യിൽ ഒരു കോപ്പർ കാലോറിമീറ്റർ ഉണ്ട്, അതിൽ വാട്ടർ ഉണ്ട് 27 ഡിഗ്രി സെൽഷ്യസിൽ. അതിലേക്ക് 150 ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു മെറ്റൽ ബ്ലോക്ക് എന്ത് ചെയ്തു? ഇട്ടു, ഡ്രോപ്പ് ചെയ്തു. ആൻഡ് ഫൈനൽ ടെമ്പറേച്ചർ എത്രയാണ് ഗിവൺ? 40 ഡിഗ്രി സെൽഷ്യസ്. ഫൈനൽ ടെമ്പറേച്ചർ എത്രയാണ്? 40 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ എന്താണ് കാണേണ്ടത്? കമ്പ്യൂട്ട് ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദ മെറ്റൽ. ആ ഒരു ഗിവൺ മെറ്റലിലെ ആ ഒരു മെറ്റലിന്റെ സ്പെസിഫിക് ഹീറ്റ് കാണണം. And if heat losses to the surrounding are not negligible, is your answer greater or smaller? Smaller ആയിരിക്കും. കാരണം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദ മെറ്റൽ കാണാം. ആദ്യം നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഡാറ്റാസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാതെ ആദ്യം പിക്ചറൈസ് ചെയ്യാം. അതായത് നമ്മളെ കയ്യിൽ ഒരു കോപ്പർ കാലോറിമീറ്റർ ഉണ്ട്. ആ കോപ്പർ കാലോറിമീറ്ററിന്റെ വെയിറ്റ്, ദാറ്റ് ഈസ് വാട്ടർ ഇക്വാലന്റ് ഗിവൻ ആണ് 25 ഗ്രാം. അതിലേക്ക് നമ്മൾ 150 ഗ്രാം വാട്ടർ, അതിൽ ആ കോപ്പർ കാലോറിമീറ്റർ എന്തുണ്ട്? ഓൾറെഡി എന്തായിരുന്നു? 150 ഗ്രാം എന്തുണ്ടായിരുന്നു? വാട്ടർ ഉണ്ടായിരുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തിന് പിക്ചറൈസ് ചെയ്യാം. സി, ദിസ് ഈസ് ദ കോപ്പർ കാലോറിമീറ്റർ വി ഹാവ്. സി, ഈ കോപ്പർ കാലോറിമീറ്ററിന്റെ അകത്ത് എന്തുണ്ട്? നമുക്ക് വാട്ടർ ഉണ്ട്. എത്ര ഗ്രാം വാട്ടർ ഉണ്ട്? 150 cc, 150 ഗ്രാം വാട്ടർ ഉണ്ട്. അതിന്റെ ടെമ്പറേച്ചർ എത്രയാണ്? ഈ കലോറിമീറ്ററിന്റെ ടെമ്പറേച്ചർ, വാട്ടറിന്റെ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്. കറക്റ്റോ? ഈ കലോറിമീറ്ററിന്റെ വാട്ടർ ഇക്വാലന്റ് എത്രയാണ്? 25 ഗ്രാം അല്ലെ? 0.0
0.25 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 25 ഗ്രാം ആണ്. ഇത്രയും കാര്യങ്ങൾ ഗിവൺ ആണ്. ഇതിലേക്ക് ആരിട്ടു? ഒരു മെറ്റൽ ഇട്ടു. ഒരു അൺനോൺ മെറ്റൽ ആണ്. ഇതിലേക്ക് ഒരു മെറ്റൽ ഇട്ടു. ആ മെറ്റലിന്റെ മാസ് ഗിവൺ ആണ് എത്ര? 0.2 kg. 0.2 kg. 0.2 kg എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാം ആണ് 0.2 kg? 0.2 kg. കറക്റ്റ്. എത്രയാടാ? 200 അല്ലേ? 0.2 into 10⁻³ that is 200 gram ആണ്. അത്രയും ടെമ്പറേച്ചർ 150 അല്ലെ? 150. ഓക്കെ, ഇതിലേക്ക് ഇട്ട്. ഇനി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോ ആ ഒരു ഫൈനൽ ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം എത്രയാണ്? 40°C. ഓക്കെ, 40°C ആണ് നമ്മൾ കാണേണ്ടത്. ഈ മെറ്റലിന്റെ സ്പെസിഫിക് ഹീറ്റ് ആണ് നമ്മൾ കാണേണ്ടത്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് സ്പെസിഫിക് ഹീറ്റ് ഓഫ് മെറ്റൽ. വെരി സിമ്പിൾ ആണ്. ഹീറ്റ് ഗെയിൻ ഈസ് ഈക്വൽ ടു ഹീറ്റ് ലോസ്റ്റ്. ഹീറ്റ് ലോസ്റ്റ് ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സെയിം ഫോർമുല. ഹീറ്റ് ലോസ്റ്റ്, Q ലോസ്റ്റ് ഈസ് ഈക്വൽ ടു Q ഗെയിൻ. ഇവിടെ എത്രയാണ് ഹീറ്റ് ലോസ്റ്റ്? ആരാണ് ഹീറ്റ് ലൂസ് ചെയ്യുക? അഫ്കോഴ്സ് നമ്മളെ മെറ്റൽ ആണ് ഹീറ്റ് ലൂസ് ചെയ്യാൻ പോകുന്നത്. എത്ര ലൂസ് ചെയ്യും? സിമ്പിൾ ആണ്. MS ∆T. S മെറ്റൽ ആണ്. കറക്റ്റ്. ∆T മെറ്റലിന്റെ മാസ് ആണ്. വിൽ ബി ഈക്വൽ ടു ഹീറ്റ് എത്ര ഗെയിൻ ചെയ്യുന്നത്? M of നമുക്ക് ജസ്റ്റ് കപ്പർ കലോറിമീറ്റർ ഞാൻ വാട്ടർ ആക്കി എടുക്കുകയാണ്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഇൻടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ക്വസ്റ്റ്യന് ഗിവൺ ആണോ? അല്ല. സോ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ നമുക്ക് എന്ത് കാണാൻ എടുത്തത്? സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ക്വസ്റ്റ്യന് ഗിവൺ അല്ല. സോ നമുക്കത് എൻസിആർടിയിൽ ഏതെങ്കിലും ടേബിളിൽ ഉണ്ടാവും. എന്ത്? സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ, ദാറ്റ് ഈസ് തെർമൽ കണ്ടക്ട്. സ്പെസിഫിക് ഹീറ്റ് of water, specific heat of water, specific heat capacity, okay, specific capacity ഇവിടെ given ആണ്. എത്രയാണ്? മോളാർ ഉണ്ട്. See, 4186 joule kilogram inverse Kelvin. 4186. എവിടെ അത്? 4186. സ്പെസിഫിക് കപ്പാസിറ്റി വാട്ടർ 4186 ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. ഓക്കെ, സോൾവ് ചെയ്താൽ ഇത് യെസ്. മെറ്റലിന്റെ മാസ് എത്രയായിരുന്നു? മെറ്റലിന്റെ മാസ് 200 ഗ്രാം. സോ ഗ്രാം കട്ട് ചെയ്തു പോകും, ഞാൻ മാറ്റുന്നില്ല. ആണ് നമ്മൾ കാണേണ്ടത്. ∆T സി എത്രയാണ്? 150 40 എത്തി. സോ 150 - 40 110 ഈക്വൽ ടു വാട്ടറിന്റെ മൊത്തത്തിലോ സി 150 പിന്നെ 25 മൊത്തത്തിൽ 175 ഗ്രാം ഉണ്ടാവും. കറക്റ്റ് അല്ലേ? 175 ഗ്രാം. സ്പെസിഫിക് കപ്പാസിറ്റി വാട്ടർ എത്രയാണ്? 4186. ടെമ്പറേച്ചർ ചേഞ്ച് സി 27 40 എത്തി. എത്രയാണ് ഉണ്ടാവുക? 13. കറക്റ്റ് അല്ലേ? ഇതൊരു ലിറ്റിൽ ബിറ്റ് കോംപ്ലിക്കേറ്റഡ് സി കാൽക്കുലേഷൻ ആയിരിക്കും വരുന്നത്. സോ നമ്മൾ സോൾവ് ചെയ്താലും നമുക്ക് കിട്ടും. എങ്ങനെ സോൾവ് ചെയ്യുന്നത് ഇത്? So SM will be 175 into 4186 into 13 divided by 200 into 110. So എത്ര വരിക? സോ ആക്ച്വലി വരുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദി മെറ്റൽ നമുക്ക് കിട്ടുന്നത് 430 joule kilogram inverse Kelvin inverse. Okay, yes, 430. ഇതൊരു MCQ പർപ്പസ് നമ്മൾ സോൾവ് ചെയ്യണം. എങ്ങനെ സോൾവ് ചെയ്യേണ്ടി വരും? ഒരു റഫ് എടുത്തിട്ട് പോയാൽ നമുക്ക് ഇവിടെ നമുക്ക് 175 എടുക്കാം. ഇവിടെ നമുക്ക് 4200 എടുക്കാം. ഇവിടെ ഞാനൊരു 13 എടുത്തു. 200110. കറക്റ്റോ? ഈ 00 കട്ട് ചെയ്യാം. കറക്റ്റ് അല്ലടാ? ഇനി നമുക്ക് 2 കട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 21 ആയി മാറി ഇവിടെ. ഇനി നമുക്ക് ഇവിടെ അപ്രോക്സിമേറ്റ് 20 എടുക്കുകയാണെങ്കിൽ എനിക്ക് 5 എഴുതാം. കറക്റ്റ്. 5 3 5 25 എത്ര ഉണ്ട്? 35. കറക്റ്റ് അല്ലേ? 35 അല്ലേ? 150 85. 35 into 13 5 1 ബാക്കി 10. കറക്റ്റ്. 5 3
4, 5 അല്ലെ, അപ്രോക്സ് കിട്ടി. അപ്രോക്സ് ആൻസറിലേക്ക് എത്തി അല്ലെ. നമുക്ക് നിയറസ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻസ് നോക്കാം. സോ സി, സോ ഇവിടെ കറക്റ്റ് വരുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദ മെറ്റൽ ഈസ് 430 ജൂൾ കിലോഗ്രാം ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. ഇനി നമ്മൾ ഈ യൂണിറ്റിലേക്ക് മാറ്റുകയാണെങ്കിലോ ജൂൾ പെർ ഗ്രാം പെർ കെൽവിനിലേക്ക് മാറ്റുകയാണെങ്കിൽ വരിക സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് മെറ്റൽ 0.43 ജൂൾ gram inverse Kelvin. Okay, yes, so that is done. And we have the next question. Given value, okay, this is also done. This is done. Next question, given value, given below are observations on molar specific heat at room temperature of some common. Okay, CV, molar specific heat constant volume. That is CV is given. We know that CV in the equation എന്തായിരുന്നു? Yeah, F by 2R. Correct അല്ലേ? F എന്തായിരുന്നു? Yes. Number of free paths. Correct അല്ലേ? Yes. So എന്താണ് പറഞ്ഞിരിക്കുന്നത്? So CV, CVCP NCERT ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എവിടെയാണ് കാണിച്ചത്? Let me show you that. Yes, കണ്ട CV molar specific heat capacity. Okay. Yes. Molar specific heat capacity constant volume. So F by 2R equation വെച്ചിട്ട് മോണോ അറ്റോമിക് ഗ്യാസിന്റെ F എത്രയാണ്? മോണോ അറ്റോമിക് ഗ്യാസിന്റെ F3. മോണോ അറ്റോമിക് ഗ്യാസിന് 3 ആണ് F വരുന്നത്. മോണോ അറ്റോമിക് ഗ്യാസിന് F വരുന്നത് 3 ആണ്. F4 മോണോ അറ്റോമിക് ഗ്യാസ് 3 ആണ്. ഓക്കെ, F4 മോണോ അറ്റോമിക് ഗ്യാസ് വരുന്നത് എത്രയാണ്? 3 ആണ്. മോണോ അറ്റോമിക് ഗ്യാസ് വരുന്നത് 3 ആണ്. ഡൈ അറ്റോമിക് ഗ്യാസ് വരുന്നത് എത്രയാണെന്ന് അറിയാവോ? 5. ഇവിടെ 3 എന്ന് ഉദ്ദേശം എന്താ അറിയാവോ? 3 ട്രാൻസ്ലേഷണൽ മോഡ് ഓഫ് മോഷൻ ആണ്. 3 ട്രാൻസ്ലേഷണൽ മോഷൻ കിട്ടും. ഇവിടെയോ 5 എങ്ങനെയാ വരുന്നത്? 3 ട്രാൻസ്ലേഷനും. കറക്റ്റ് അല്ലേ? 3 ട്രാൻസ്ലേഷനും ആൻഡ് 2 റൊട്ടേഷൻ. അങ്ങനെയാണ് 5 എത്തുന്നത്. 2 റൊട്ടേഷൻ. ഓക്കെ, സോ നമുക്കറിയാം ഫോർ മോണോഅറ്റോമിക് ഗ്യാസസിന് സിവിന്റെ ഇക്വേഷൻ എന്താണ്? F by 2R. സോ ഫോർ മോണോഅറ്റോമിക് ഗ്യാസസ് F എന്താണ്? 3 ആണ്. സോ CV വിൽ ബി 3 by 2R. കറക്റ്റ് അല്ലേ? 3 by 2R. R എത്രയാണ്? 8.31. സോ ഇൻ എസ് ഐ യൂണിറ്റ്. സോ 3 by 2 into 8.31. 3 by 2 into 8.31 എത്രയാ വരിക? 3 into 4.15 something. It's actually wait. R നമ്മൾ ഏത് യൂണിറ്റിൽ എടുക്കേണ്ടത്? CV is equal to 3 by 2R. ഓക്കെ. ഇവിടെ കാലറി, മോൾ ഇൻവേഴ്സ്, കെൽവിൻ ഇൻവേഴ്സ് തയ്ക്കുന്നു. സോ 1.8 സംതിങ് ആണ്. 1.8 സംതിങ് ആണ്. സോ R വരിക. സോ അതിലേക്ക് നമ്മൾ മാറ്റുമ്പോ 3 by 2 into 1.8. It's actually 3 into 0.9. That is actually 2.7. കറക്റ്റ് അല്ലേ? അപ്രോക്സ് നമുക്ക് 2.7 അപ്രോക്സ് കിട്ടണം. എൻസെറ്റിൽ എത്രയാണത്? 2.9 ഫോർ മോണോഅറ്റോമിക് ഗ്യാസസ്. ഇനി ഒരു ഡയറ്റോമിക് ഗ്യാസിൽ വരുമ്പോഴോ? ഡയറ്റോമിക് ഗ്യാസിലേക്ക് വരുമ്പോ CV will be 5 by 2R. കാരണം എന്താണ്? ഫോർ ഡയറ്റോമിക് ഗ്യാസ് F is equal to 5. So this will be 5 by 2 into 1.8. It is 5 into 0. That is actually approx 4.5 something approx. ഇത്ര വരണം. ഓക്കെ, സോ 2.7 യൂണിറ്റ് എന്താ യൂണിറ്റ് വരുന്നത്? കാലറി പെർ മോൾ, കാലറി മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. കാലറി മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. കാലറി മോൾ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. സോ ഇതാണ് ഏതിന് കിട്ടേണ്ടത്? മോണോ അറ്റോമിക് ഗ്യാസിന് ഇതാണ് വരേണ്ടത്. മോണോ അറ്റോമിക് ഗ്യാസിന് അതേപോലെ ഡൈ അറ്റോമിക് ഗ്യാസിനോ ഇതാണ് വരേണ്ടത്. കറക്റ്റ്, ഈസി അല്ലേ? അപ്രോക്സ് 4.5 വരണം. ഇവിടെ ക്വസ്റ്റനിൽ നോക്ക്,
ഹൈഡ്രജൻ ആക്ച്വലി ഹൈഡ്രജൻ എന്താണ്? H2, നൈട്രജൻ N2, ഓക്സിജൻ O2, നൈട്രിക് ഓക്സൈഡ് NO, കാർബൺ മോണോക്സൈഡ് N, ക്ലോറിൻ Cl2. കണ്ട, എല്ലാം ഡയാറ്റോമിക് അല്ലേ? എല്ലാത്തിന്റെ വാല്യൂ അപ്രോക്സ് ഏതിന് സറൗണ്ടിങ് വരണം? 4.5 ചുറ്റിപ്പറ്റി വരണം അല്ലെ? നമുക്ക് നോക്കാം, സാറ്റിസ്ഫൈഡ് ആണ് നോക്കാം അല്ലെ? സാറ്റിസ്ഫൈഡ് ആണ്. ഹൈഡ്രജൻ സാറ്റിസ്ഫൈഡ് ആണ്, നൈട്രജൻ സാറ്റിസ്ഫൈഡ് ആണ്, ഓക്സിജൻ സാറ്റിസ്ഫൈഡ് ആണ്, നൈട്രിക് ഓക്സൈഡ് സാറ്റിസ്ഫൈഡ് ആണ്, കാർബൺ മോണോക്സൈഡ് സാറ്റിസ്ഫൈഡ് ആണ്. ബട്ട് ക്ലോറിൻ സാറ്റിസ്ഫൈഡ് അല്ല. ക്ലോറിൻ 6.17 ആണ് വരുന്നത് അല്ലെ? കണ്ട, ആ ഒരു ഡിഫറൻസ് എന്താ ചോദിച്ചത്? വാട്ട് ഈസ് ദ ഇന്റർഫറൻസ് ഈസ് ആക്ച്വലി ഫോർ chlorine actually F is actually what? 6. So Cv is actually 6/2R. That is actually 3. That is actually 3 into 1.8. That's approx എന്ത് കിട്ടും? അപ്രോക്സ് നമുക്കൊരു അപ്രോക്സ് ഇതാണ് വരുന്നത്, ഇത്രയാണ് വരുന്നത്. ആക്ച്വലി F6 എങ്ങനെ വന്നറിയാവോ? ഫോർ ക്ലോറിൻ F6 വന്നതെന്ന് വെച്ചാല് ആക്ച്വലി 3 ട്രാൻസ്ലേഷൻ. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ കൂടുതൽ പഠിക്കും. 3 ട്രാൻസ്ലേഷണൽ, 2 റൊട്ടേഷണൽ മോഡ് ഓഫ് എനർജി മോഷൻ, 1 വൈബ്രേഷണൽ മോഷൻ വന്നു. കറക്റ്റ്. അങ്ങനെ അതായത് R ആയത്, FR ആയത്. കറക്റ്റ് അല്ലേ? സോ ഇന്റർഫറൻസ് ഞാൻ പറഞ്ഞല്ലോ. The gases in the above list are all diatomic, and diatomic molecule has transitional, vibrational and rotational motion, whereas a monoatomic gas only has translational motion. That is, we got 3. So to increase the temperature of 1 mole of diatomic gas by 1 degree Celsius. Okay, yes. ക്ലോറിൻ എന്താണ് ഇവിടെ? ക്ലോറിന് റൊട്ടേഷണലും ട്രാൻസ്ലേഷനും കൂടാതെ വൈബ്രേഷണൽ കൂടി എക്സ്ട്രാ വരും. അതാണ് ക്ലോറിന്റെ 6.17 ആയി മാറിയത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10.16. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? എറൈസ് ചെയ്യാം. ഓക്കെ, സോ ക്ലോറിന് വരാനുള്ള മാറ്റം വരാനുള്ള കാരണം ക്ലോറിന്റെ F6 ആണ്. ഒരു വൈബ്രേഷൻ കമ്പോണന്റ് കൂടി വരുന്നുണ്ട്. 3 ട്രാൻസ്ലേഷൻ, 2 റൊട്ടേഷൻ ആൻഡ് 1 വൈബ്രേഷൻ. കറക്റ്റ്. സോ അടുത്തതിലേക്ക് പോവാം. 10.16. ഓക്കെ, ക്ലാരിറ്റി പോയി. ഒരു പുതിയൊരു സോ ക്വസ്റ്റ്യൻ നമ്പർ 16 ചെയ്യാം. Question says, you have a child running a temperature. Okay, temperature. Okay, given antipyrine, yes, like paracetamol, like a medicine that lowers fever, of course, which causes an increase in the rate of evaporation of sweat from his body. Okay, and the rate of evaporation of sweat from his body കൂടി, and fever ടെമ്പറേച്ചർ കുറഞ്ഞ് 98 ഡിഗ്രി ഫാരൻഹീറ്റിലേക്ക് മാറി in 20 minutes. ടൈം is given 20 minutes. What is the average rate of extra evaporation cost? What is the average rate of extra evaporation cost? ഈ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാനുള്ള ആവറേജ് ഇവാപറേഷൻ റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. By the trick, assume the evaporation mechanism to be the only way by which heat is lost. Of course, the mass of the child is 30 kg. The specific heat of human body is approximately the same as of water, and latent heat of evaporation of water at temperature is 580 calorie per gram. Okay, everything is given in question. Everything is given. So നമുക്ക് എന്ത് ചെയ്യാം? നോക്കിക്കോ, ഈ ക്വസ്റ്റൻ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നത് നോക്കിക്കോ. So we have a child. ചൈൽഡിന്റെ ടെമ്പറേച്ചർ എത്രയാണ് ഇപ്പോ? 101 ഡിഗ്രി ഫാരൻഹീറ്റ്. മരുന്ന് കൊടുത്തപ്പോ ചൈൽഡിന്റെ ടെമ്പറേച്ചർ എത്രയായി മാറി? ചൈൽഡിന്റെ ടെമ്പറേച്ചർ 98 ഡിഗ്രി ഫാരൻഹീറ്റ് ആയി മാറി. എത്ര മിനിറ്റ് കൊണ്ട്? 20 മിനിറ്റ് കൊണ്ട്. ഓക്കെ, സോ ഇവിടെയുള്ള ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാണ്? 3 ഡിഗ്രി ഫാരൻഹീറ്റ്. നമ്മുടെ ഫാരൻഹീറ്റിൽ നമ്മൾ ആദ്യം എന്തിലേക്ക് മാറ്റണം? ഫാരൻഹീറ്റിന് ആദ്യം നമ്മൾ സെൽഷ്യസിലേക്ക് മാറ്റണം. എങ്ങനെയാ മാറ്റുന്നത്? നമ്മൾ സെൽഷ്യസിലേക്ക് മാറ്റണമെങ്കിൽ 3 into 5/9 കൊണ്ട് ഗുണിച്ചാൽ മതി. 5/9 കൊണ്ട് ഗുണിച്ചാൽ മതി. സോ നമുക്ക് സെൽഷ്യസിൽ ടെമ്പറേച്ചർ ചേഞ്ച് കിട്ടും 1.67 ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് ടെമ്പറേച്ചർ ഡിഫറൻസ്. ഓക്കെ, സോ ഇവിടെയുള്ള സോ ഹീറ്റ് എന്താണ്? ഇവിടെ ഹീറ്റ് ലോസ്റ്റ് അല്ലേ? സോ ഹീറ്റ് ലോസ്റ്റ്, Q ലോസ്റ്റ്
ആക്ച്വലി ഹീറ്റ് ലോസ്റ്റ് എത്രയായിരിക്കും? എം ഇൻറ്റു എസ് ഇൻറ്റു ഡെൽറ്റ ടി. സെയിം ഇക്വേഷൻ ഓൺലി, എം ഇൻറ്റു എസ് ഇൻറ്റു ഡെൽറ്റ ടി. അത് ആക്ച്വലി എന്തായിട്ട് മാറുന്നത്? ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ. സി മാസ് ഓഫ് വാട്ടർ ഇൻറ്റു ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ. സോ ഇവിടെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഉപയോഗിക്കണം. ചോദ്യം തന്നെയല്ലേ? ആവറേജ് റേറ്റ് ഓഫ് എക്സ്ട്രാ ഇവാപ്പറേഷൻ കോസ്റ്റ്. ആവറേജ് റേറ്റ് ഓഫ് എക്സ്ട്രാ ഇവാപ്പറേഷൻ കോസ്റ്റ് ആണ് നമ്മുടെ ചോദ്യം. സോ നമുക്ക് ആദ്യം എഴുതാം. സി മാസ് ഓഫ് ചൈൽഡ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഹ്യൂമൻ ബോഡി HB ഡെൽറ്റ ടി ഈക്വൽ ടു മാസ് ഓഫ് ദ ഇതെന്താണ്? ഇവാപ്പറേറ്റ് ചെയ്ത വാട്ടറിന്റെ മാസ് ഇൻറ്റു ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫിഷ്. സോ ഓരോ വാല്യൂസ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മാസ് ഓഫ് ദ ചൈൽഡിന്റെ മാസ് 30 കിലോഗ്രാം, 30 kg ആണ്. ഹ്യൂമൻ ബോഡിയുടെ വാട്ടറിന്റെ ആണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. വാട്ടറിന്റെ എത്രയാണ് വരുന്നത്? ദാറ്റ് ഇസ് ആക്ച്വലി 1000 കാലറി കിലോഗ്രാം പെർ. വാട്ടറിന്റെ 1000 കാലറി കിലോഗ്രാം ഇൻവേഴ്സ് ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ്. അതാണ് വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റ്. അത് തന്നെയാണ് ഹ്യൂമൻ ബോഡിന്റെ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ 10⁻³ കാലറിയിലേക്ക് നമുക്ക് ആൻസർ കിട്ടും. ഡെൽറ്റ ടി എത്ര വരുന്നത്? 1.67 MW ഇൻറ്റു ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. കാലറികൾ ഇല്ലേ? കാലറി പെർ ഗ്രാമിലാണ് ഗിവൺ. എത്രയാണ് ഗിവൺ? 580 കാലറി പെർ ഗ്രാമിലാണ് ഗിവൺ. സോ കിലോഗ്രാമിലേക്കാറ്റി മാറ്റണ്ടേ? സോ ലാറ്റന്റ് ഹീറ്റ് വേപ്പറൈസേഷൻ ഗിവൺ 580 കാലറി പെർ ഗ്രാം ആണ്. സോ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ എന്തായി മാറും? ഇത് 580 ഇൻറ്റു 10⁻³ ആയി മാറത്തില്ലേ? അതായത് 5.8 ഇൻറ്റു 10⁻5 ആയി മാറും. 5.8 ഇൻറ്റു 10⁻5. സോ ഇവിടെ 3 ഇൻറ്റു 10⁻4 ഇൻറ്റു 1.67 ഈക്വൽ ടു MW ഇൻറ്റു 5.8 ഇൻറ്റു 10⁻4 ഇൻറ്റു 10. ഇങ്ങനെ എഴുതിയാൽ നമുക്ക് ഇവിടെ 10⁻4 10⁻4 കട്ട് ചെയ്യാം. സോ 3 ഇൻറ്റു 1.67 എത്രയാണ് വരുന്നത്? 3721. കറക്റ്റ്. 2 റിമൈനിങ് 20, 2 ബാക്കി 5. സോ 5.01 ഈക്വൽ ടു MW ഇൻറ്റു 5.8 ഇൻറ്റു 10. ദാറ്റ് ഈസ് 58. So MW will be how much? 5 divided by 58 കിലോഗ്രാം. ഗ്രാമിലേക്ക് മാറ്റുകയാണെങ്കിലോ 5000 ഡിവൈഡഡ് ബൈ 58 60 എടുക്കാണ്. ഇത്രയും ഗ്രാം അല്ലെ? അപ്രോക്സ് സോ ചെയ്താല് 3 അപ്രോക്സ് 80 സംതിങ് വരും. എക്സാക്ട് വരുന്നത് 86.37 ഗ്രാം ആണ്. 86.37 ഗ്രാം. സോ ഇതാണ് സി. നമുക്ക് എന്താണ് റേറ്റ് ആണ് കാണുന്നത്. നമുക്ക് എന്താണ് കാണേണ്ടത്? റേറ്റ് എത്ര ടൈം കൊണ്ടാണ് ടെമ്പറേച്ചർ കുറഞ്ഞത്? 20 മിനിറ്റ് ഉണ്ട്. സോ 20 മിനിറ്റ് ഉണ്ട്. സോ റേറ്റ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? സോ റേറ്റ് കാണാൻ വേണ്ടി നമ്മൾ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഗ്രാം ഡിവൈഡഡ് ബൈ 20 മിനിറ്റ് എന്ന സെക്കൻഡിലേക്ക്. സോ ഇത് ചെയ്താല് നമുക്ക് കിട്ടുന്നത് മിനിറ്റിലേക്ക് സെക്കൻഡിലേക്ക് മാറ്റാണ്ട് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് മിനിറ്റിൽ തന്നെ എടുക്കാം. സോ കിട്ടുന്നത് 4.3 ഗ്രാം പെർ മിനിറ്റ്. 4.3 ഗ്രാം പെർ മിനിറ്റ് അല്ലെ? എങ്ങനെയാ കിട്ടിയത്? സിമ്പിൾ അല്ലേ? ഇത് 8.6 4.3 ഗ്രാം പെർ മിനിറ്റ്. 4.3 ഗ്രാം പെർ മിനിറ്റ് ആണ് വരുന്നത്. ഓക്കെ. Let's move to our next question. 10.7. We have a thermocol ice box. അതിന് മുമ്പ് ഇതെന്ത് ചെയ്യാം? ആദ്യം അറൈസ് ചെയ്യാം. We have a thermocol ice box. It's a cheap and efficient method of storing small quantities of cooked food in summer in particular. അല്ലേ? നിങ്ങൾ വായിച്ചാല് ആദ്യം ഇതെന്ത് ചെയ്യട്ടെ? മൊത്തത്തിലൊന്ന് അറൈസ് ചെയ്യട്ടെ. Okay, yes. So we have a thermocol ice box. Okay, cubical ice box on side 30 centimeter. Side 30 centimeter. Has a thickness 5 centimeter. 4 kg ice ആ ബോക്സിലകത്തുണ്ട്.
എസ്റ്റിമേറ്റ് ദ എമൗണ്ട് ഓഫ് ഐസ് റിമൈനിങ് ആഫ്റ്റർ 6 hours. 6 മണിക്കൂർ വെച്ചാൽ എത്ര ഐസ് അതിൽ ബാക്കി ഉണ്ടാവുന്നതാണ് ചോദ്യം. ഓബിയസ്ലി കണ്ടക്ഷൻ നടക്കും, സോ എന്ത് ചെയ്യും, ഐസ് മെൽറ്റ് ആവും അല്ലെ. എത്ര റിമൈനിങ് ആണ് ചോദിച്ചത്. ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ഈസ് 45 degrees Celsius. കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ കണ്ടക്ടിവിറ്റി given, thermocol 0.01 joule given. Heat of fission of water is also given. All are given in SI unit. So let's simply draw the thermocol ice box. Okay, suppose this is ice box. Suppose this is the ice box we have. എത്ര സർഫസ് ഉണ്ട്? എത്ര സർഫസ് കാണും? 6 സർഫസ് അല്ലെ. ഇതിന് അകത്താണെന്നുള്ള ഐസ് ഉണ്ട്. ഇതിനകത്ത് എന്തുണ്ട്? ഐസ് ഉണ്ട്. എത്ര കിലോഗ്രാം ഐസ് ഉണ്ട്? 4 കിലോഗ്രാം ഐസ് ഉണ്ട്. 4 കിലോഗ്രാം ഐസ് ഉണ്ട്. 4 കിലോഗ്രാം ഐസ് ഉണ്ട്. ഇവിടെ ഇതിനകത്ത് എന്തുണ്ട്? ഇതിനകത്ത് ഐസ് ഉണ്ട്. എത്ര കിലോഗ്രാം? 4 കിലോഗ്രാം. സോ ഐസിന് ഏത് ടെമ്പറേച്ചർ ഉണ്ടാവുക? 0 degree Celsius അല്ലേ? യെസ്. പുറത്തെ ടെമ്പറേച്ചർ എത്രയാണ്? പുറത്തെ ടെമ്പറേച്ചർ ആണ് 45 degree Celsius. പുറത്തെ ടെമ്പറേച്ചർ 45 degree Celsius. ഓക്കെ, 6 സർഫസ് ഇല്ലേ? സോ മൊത്തം ഏരിയ എന്തായിരിക്കും? 6 into a². ഒരു സൈഡ് ലെങ്ത് ആണെങ്കിൽ 6a². കറക്റ്റ് അല്ലേ? സോ നമുക്കറിയാം ഹീറ്റ് കറണ്ട് H is equal to, ഇക്വേഷൻ എന്തായിരുന്നു? ഹീറ്റ് കറണ്ട് H is equal to K, തെർമൽ കണ്ടക്ടിവിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ തിക്നെസ് ഓർ ലെങ്ത്. ഇവിടെ തിക്നെസ്, T എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? T denotes thickness. സോ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ എന്ത് ചെയ്യുന്നത്? ഒരു സൈഡ് എടുത്ത് സി. സപ്പോസ് ഇതാണ് ഒരു സൈഡെങ്കിൽ, ഇതാണ് ഒരു സൈഡെങ്കിൽ സി. ഇതാണ് ഒരു സൈഡെങ്കിൽ ഇപ്പൊ എങ്ങനെയുണ്ട് ഫിറ്റ് ചെയ്തിരുന്നത്? സി. സോ സപ്പോസ് ഇതാണ് ഒരു സൈഡ് എന്ന് വിചാരിച്ചോ. ഇതാണ് ഒരു സൈഡെങ്കിൽ ഇതിന്റെ ഇവിടെയുള്ള ടെമ്പറേച്ചർ എത്രയാണ്? 45 degree Celsius. ഇവിടെയുള്ള ടെമ്പറേച്ചറോ 0 degree Celsius. സോ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടല്ലോ. തിക്നെസ് ഇതിൽ എന്ത് ചെയ്യും? ഹീറ്റ് എന്ത് ചെയ്യും? കണ്ടക്ഷൻ അല്ലെ. ഹീറ്റ് എന്ത് ചെയ്യും? ഹീറ്റ് പുറത്തേക്കാണ് വരല്ലേ, ഹീറ്റ് അകത്തേക്ക് വരും. യെസ്, ഹീറ്റ് അകത്തേക്ക് വരും. കറക്റ്റ് അല്ലേ? യെസ്. ആ ഒരു ഹീറ്റ് കൊണ്ട് ഐസ് എന്ത് ചെയ്യും? മെൽറ്റ് ആവും. അതെങ്ങനെ കാണുന്ന ഐസ് മെൽറ്റ് ആവുന്നത്? നമുക്ക് M into latent heat of fusion കാണാം. സോ എത്ര മെൽറ്റ് ആയി കണ്ടുപിടിക്കുക, അത് നമുക്ക് എത്ര റിമൈനിങ് ഐസ് അവിടെ ഉണ്ട് നമുക്ക് കിട്ടും. സിമ്പിൾ അല്ലേ? യെസ്. ആദ്യം നമുക്ക് ഹീറ്റ് കറന്റ് കാണാം. സോ ഈ ഹീറ്റ് കറന്റ് H ആക്ച്വലി എന്താണ്? എനർജി ഡിവൈഡഡ് ബൈ ടൈം ആണ് അല്ലെ. ഇവിടെ എത്ര ടൈമാണ് വെച്ചിരിക്കുന്നത്? വെച്ചിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 6 hour ആണ്. 6 hour വെച്ചിരിക്കുന്ന ടൈം 6 hour ആണ്. സോ അതിനെ നമ്മൾ മാറ്റിയാൽ 6 into ഒരു ഹവർ എത്ര മിനിറ്റാ? 60 minutes. ഒരു മിനിറ്റ് എത്ര സെക്കൻഡാ? സോ ദിസ് വിൽ ബി 36 into 6. 36 into 6 36 3 ബാക്കി 216. കറക്റ്റ് അല്ലേടാ? കറക്റ്റ് അല്ലേ? യെസ്. 21600 seconds. സോ ഇത്രയും സെക്കൻഡ്സ് കാണും. അതവിടെ നിൽക്കട്ടെ. സോ ആക്ച്വലി Q/T ആണെന്ന് വരുന്നത് KA delta T divided by thickness T അല്ലെ. ഈ ആക്ച്വലി ഇവിടെയുള്ള ഈ Q എന്തിനു വേണ്ടിയാ യൂസ് ആവുന്നത്? ഈ Q എന്തിനു വേണ്ടിയാവും യൂസ് ആവുക? അതായത് ഐസിനെ മെൽറ്റ് ആക്കാൻ. സോ ഐസിനെ മെൽറ്റ് ആക്കാൻ എന്താണ് ശരിക്കും Q വരുന്നത്? M into mass into latent heat of fusion അല്ലെ. വേപ്പറൈസേഷൻ അല്ല, latent heat of fusion. സോ ഇവിടെ എല്ലാം എന്തായിരിക്കും? latent heat of fusion. സോ അതവിടെ ഇക്വേറ്റ് ചെയ്താൽ എനിക്ക് എങ്ങനെ എഴുതാം? M into LF ഡിവൈഡഡ് ബൈ ടൈം T is equal to എങ്ങനെ എഴുതാം എനിക്ക്? KA delta T divided by T. ഇതെന്താണ് ആക്ച്വലി delta T? ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലെ. ഇത് പറഞ്ഞതാണ് കണ്ടക്ടിവിറ്റി. സി, നമ്മളോട് ഇക്വേഷൻ ഉണ്ട്, സിസ്റ്റം കാണിച്ചു തരുന്നു. കണ്ടക്ഷൻ പറഞ്ഞപ്പോ പറഞ്ഞതാണ്. This is a beautiful equation we have. H is equal to heat current is equal to KA delta T divided by L. ഇവിടെ എന്താണ്? ഇവിടെ തിക്നെസ് വരിക. ഓക്കെ, യെസ്. സോ സെയിം ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്. സോ അവിടെ സ്മോൾ ടി അവിടെ ലെങ്ത് ആയിരുന്നു, അവിടെ സ്മോൾ ടി തിക്നെസ്. ഓക്കെ, നമുക്ക് എന്താണ് ആക്ച്വലി കാണേണ്ടത്? നമുക്ക് കാണേണ്ടത് എത്ര മാസ് റിമൈനിങ് ആണ്. സോ ആദ്യം എത്ര മാസ് മെൽറ്റ് ആയിരുന്നു കാണും. സോ M ആണ് നമുക്ക് കാണേണ്ടത്. സോ M കാണേണ്ടത് കൊണ്ട് തന്നെ M ആണ് കാണേണ്ടത്. സോ ഇക്വേഷൻ റീ അറേഞ്ച് ചെയ്താൽ എനിക്ക് എഴുതാം M equal to K
എ ഡെൽറ്റ ടി ഇത് ടൈം ആണ്. ഓക്കെ, ഇത് ടൈം ബൈ ടി ഇൻറ്റു ഇത് തിക്നെസ്, ഇത് ടൈം, അടിയിൽ എന്ത് വരും, എൽ എഫ്. സോ ഈ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും അല്ലെ, ബൈ തിക്നെസ് ഇൻറ്റു ടൈം ബൈ എൽ എഫ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ റിക്വയർഡ് ഇക്വേഷൻ. സോ നമുക്ക് ഇതെന്ത് ചെയ്യാം, ഇത് ഇങ്ങോട്ട് എടുത്തിട്ട് കറക്റ്റ് ഇവിടെ എടുത്തിട്ട് ഇവിടെ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഓക്കെ, ഇതിൽ നമുക്ക് ഓരോ വാല്യൂസും കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും അല്ലേ. സോ എം വിൽ ബി, എത്ര ഐസ് മെൽറ്റ് ചെയ്തിട്ടുണ്ട്, എം വിൽ ബി കെ. തെർമൽ കണ്ടക്ടിവിറ്റി എത്രയാണ് ഗിവൺ, തെർമൽ കണ്ടക്ടിവിറ്റി 0.01, ദാറ്റ് ഈസ് 10⁻⁻², അല്ലെ. എനിക്ക് 0.01 എടുത്തൊരു, ദാറ്റ് ഈസ് 10⁻⁻² എടുത്തൂടാ. യെസ്, 10⁻⁻². സോ 10⁻⁻² ഇൻറ്റു ഏരിയ 6a² അല്ലെ, 6 ഇൻറ്റു a². ഒരു സൈഡ് എത്രയാണ്, ഒരു സൈഡ് 30 സെന്റിമീറ്റർ. സോ 30 സെന്റിമീറ്റർ എനിക്ക് 30 സെന്റിമീറ്റർ 30 ന് 10⁻², ദാറ്റ് ഈസ് 3 ന് 10⁻⁻1 മീറ്റർ എഴുതാം. സോ a² വിൽ ബി 9 ന് 10⁻². 6 വരുമ്പോൾ 6 അതിനകത്ത് 54. 54 ന് 10⁻², ഓർ ഐ ക്യാൻ ടേക്ക് 0.54. സോ മൊത്തത്തിൽ ഏരിയ വരുന്നത് 0.54 ഇൻറ്റു ഡെൽറ്റ ടി, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡിഫറൻസ് 45 0 കുറച്ചാൽ ഡെൽറ്റ ടി വിൽ ബി ഹൗ മച്ച്, 45. ഡെൽറ്റ ടി വിൽ ബി 45, കറക്റ്റ്. സോ അത് കിട്ടി. ഇൻറ്റു ടൈം എത്രയാ വരുന്നത്, ഇവിടെ ടൈം കണ്ടുപിടിച്ചല്ലേ ഞാൻ, ഇത്രയും സെക്കൻഡ്. ഇതിലെ മാറ്റുകയാണെങ്കിൽ 2.16 ഇൻറ്റു 10⁻⁴, അത്രയും സെക്കൻഡ്സ് ഉണ്ട്. 2.16 ഇൻറ്റു 10⁻⁴ divided by thickness. Thickness is given, thickness 5 centimeter. So 5 into 10⁻², 5 into 10⁻² into attend heat of fusion, 335 into 10⁻³ joule per kg. 335 into 10⁻³ 335 into 10⁻³, 335 into 10⁻³. ഇത് സോൾവ് ചെയ്താൽ ഇതൊരു വലിയ കാൽക്കുലേഷൻ ആണ്. സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന എം 0.313 ആണ്. ഇത്ര കിട്ടുന്നത് 0.313 kg. ഇത്രയും ഐസ് മെൽറ്റ് ആവും. സോ റിമൈനിങ് ഐസ് എന്തായിരിക്കും, റിമൈനിങ് ഐസ് ആദ്യം എത്ര ഉണ്ടായിരുന്നു, 4 kg. സോ 4 മൈനസ് ആദ്യം 4 kg ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ചാൽ പോരെ, 4 മൈനസ് 0.313 എത്ര വരും, 3.687 kg. ഇതാണ് ആൻസർ. ആൻസർ എന്താണ്, 3.687. അതാണ് റിമൈനിങ് ഐസ് 3.687 kg. ബാക്കി 0.313 എന്തായി, മെൽട്ടായി. ഇനി സോ ഇത് നമുക്ക് ഈ കാൽക്കുലേഷൻ നമുക്ക് എങ്ങനെ ഇതിന് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാം. ജസ്റ്റ് നോക്കാം. 10⁻² ഇവിടെ കട്ട് ചെയ്ത് പോകാം നമുക്ക്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 5. സോ 10⁻⁻1 10⁻³ ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്യാം അല്ലെ. എന്തൊക്കെ റിമൈനിങ് ആണ്, 45 into 2 അപ്രോക്സ് എനിക്ക് 90 എടുക്കാം. 90 divided by 335 വന്നു അല്ലെ, 90 divided by 335. സിമ്പിൾ ആണ് 90 divided by 335. സോ ഞാൻ അപ്രോക്സ് എടുക്കുകയാണ്, 90 divided by 333 എടുക്കുകയാണെങ്കിൽ എത്ര, ഇത് 90 എത്ര 3 ഉണ്ട്, 33 അല്ല, ഇതിലോ 1 കറക്റ്റ്. സോ ഇനി എനിക്ക് എങ്ങനെ എടുക്കാം, 30 divided by അപ്രോക്സ് 110 എടുത്താൽ 3/11. 3/11 മീൻസ് 3/10 എത്രയാണ്, അപ്രോക്സ് 0.33 അല്ലെ. 3/11 കുറച്ചുകൂടി കുറവായിരിക്കും ആക്ച്വലി, 0.313 കറക്റ്റ് അല്ലേ. സോ MCQ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ നമുക്ക് അങ്ങനെ സോൾവ് ചെയ്യാം, കറക്റ്റ് അല്ലേ. യെസ്, സോ അങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം. സോ ആ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇവിടെ ജസ്റ്റ് ഇവിടെ എന്തായിരുന്നു വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ആക്ച്വലി സ്മോളർ ദാൻ ദ ആക്ച്വൽ വാല്യൂ ആണ്. ഇവിടെ എന്താ വരുന്നത്, സ്മോളർ ദാൻ ദ ആക്ച്വൽ വാല്യൂ, സ്മോളർ ദാൻ ദ ആക്ച്വൽ വാല്യൂ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 10.7 കംപ്ലീറ്റ് ചെയ്തു, 10.16 കംപ്ലീറ്റ് ചെയ്തു. 3 ക്വസ്റ്റ്യൻ, കുറച്ച് തിയറി പാർട്ട് ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഇത്രയും ക്ലിയർ അല്ലേ. ഇതാണ് എന്ത്,
ഹീറ്റ് കറന്റ് ഇക്വേഷൻ ആക്ച്വലി. ഹീറ്റ് കറന്റ് ആണ് H is equal to ആക്ച്വലി ഹീറ്റ് കറന്റ്. ഹീറ്റ് കറന്റ് ഇസ് ആക്ച്വലി എന്താണ്? എനർജി, ദാറ്റ് ഇസ് ഹീറ്റ് ഡിവൈഡ് ബൈ ടൈം, ദാറ്റ് ഇസ് ആക്ച്വലി Q ബൈ ടൈം. അതിനാണ് ഞാൻ എന്ത് ചെയ്തത്? ഹീറ്റ് കറന്റ് ഇക്വേഷൻ KA ഡെൽറ്റ T ബൈ L ആണ്. ഇതിനാണ് L ഇവിടെ ഞാൻ തിക്നെസ് കൊടുത്തു, കാരണം സെയിം പ്രിൻസിപ്പിൾ ആണ്. കാരണം അല്ലേ, കാരണം തെർമോകോൾ ഐസ് ബോക്സ്, തെർമോകോൾ എവിടെയാണ് എന്ത് ചെയ്യുന്നത്? കണ്ടക്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സോ അതിന് തിക്നെസ് ആയിരിക്കും ഇവിടെ ലെങ്ത്. ഇനി എത്ര ഐസ് മെൽറ്റ് എന്ന് എങ്ങനെ കണ്ടുപിടിച്ചത്? കാരണം M ഇൻറ്റു ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഓക്കെ, ഇതാണ് നമുക്ക് വേണ്ട Q, ഇതാണ് എന്ത്? എനർജി, ഇതാണ് Q ഗെയിൻ അല്ലെ. ഈ Q ആണ് എന്ത്? Q ലോസ്റ്റ്. ഇക്വേറ്റ് ചെയ്തു, സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചു. ഓക്കെ, സോ റിമൈനിങ് ഐസ് വരുന്നത് എന്തായിരുന്നു? ഇതായിരുന്നു നമ്മളെ ആൻസർ, റിമൈനിങ് ഐസ്. ഓക്കെ, സോ താങ്ക് യു എവരി വൺ. ഞാൻ എന്ത് ചെയ്യാണ്? സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ.